തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു മുഴം മുന്നേറിഞ്ഞ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ചർച്ച തീരാതെ UDFും NDAയും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സീറ്റായ ചാലക്കുടിയിൽ മാത്രമാണ് തൃശൂർ ജില്ലയിൽ ഇടതിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബാക്കിയുള്ളത്. ഇതേസമയം UDFിലെ മുഴുവൻ സീറ്റുകളിലും ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ല. അർഹമായ പരിഗണന വേണമെന്ന സഭയുടെ ആവശ്യത്തെ തുടർന്ന് തൃശൂരിൽ മുൻ മേയർ രാജൻ പല്ലനാണ് സാധ്യത. ഇതോടെ സജീവ പരിഗണനയിലായിരുന്ന TV ചന്ദ്രമോഹന്റെ സാധ്യത മങ്ങി. വടക്കാഞ്ചേരിയിൽ രാജേന്ദ്രൻ അരങ്ങത്തിന് പകരം ഒരു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഡൽഹിയിൽ ഉന്നത സ്ഥാനത്തുള്ള മലയാളിയായ നേതാവിന്റെ ശ്രമം. ഇതോടെ ജില്ലയിൽ നായർ സമുദായാംഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന അസംതൃപ്തി ഈ വിഭാഗത്തിനുണ്ട്. ചേലക്കര മണ്ഡലം വെച്ചുമാറാമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിന് ലീഗ് സമ്മതം അറിയിച്ചിരുന്നില്ല. മണ്ഡലത്തിൽ സജീവമായ KV ദാസിന് പകരം ശിവൻ വീട്ടിക്കുന്ന് എന്ന പ്രാദേശിക നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു വിഭാഗം ശ്രമം തുടരുകയാണ്. കുന്നംകുളം മണ്ഡലം ഘടകകക്ഷിയായ CMPക്ക് നൽകാനാണ് നീക്കം. ഇവിടെ വിജയകൃഷ്ണൻ എന്നയാൾ സ്ഥാനാർത്ഥിയായേക്കും. NDA ഇനിയും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമെടുത്തിട്ടില്ല. പത്മജ വേണുഗോപാൽ തൃശൂർ, അഡ്വക്കേറ്റ് നിവേദിത ഗുരുവായൂർ, KK അനീഷ് കുമാർ ഒല്ലൂർ, A നാഗേഷ് പുതുക്കാട്, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂർ എന്നിങ്ങനെയാണ് നിലവിൽ ഉയരുന്ന പേരുകൾ. TCV തൃശൂർ.